ഓക്കെ, നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുക, അതുപോലെ തന്നെ ആ പൈത്തണിൻ്റെ അകത്ത് എങ്ങനെയാണ് നമുക്ക് പൈത്തണിൻ്റെ ഫ്രെയിംവർക്കായ ജാങ്കോനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട പരിപാടി ജസ്റ്റ് എന്ത് ചെയ്യുക, വിൻഡോ കീ ഒന്ന് ടാപ്പ് ചെയ്യുക, ഒരു ബ്രൗസർ ഒന്ന് സെർച്ച് ചെയ്യുക. ഒന്നെങ്കിൽ എഡ്ജ് അല്ലെങ്കിൽ ക്രോം നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എഡ്ജാണ്. അപ്പോൾ എഡ്ജ് ഒന്ന് ടാപ്പ് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് പൈത്തണിൻ്റെ 3.12 എന്ന് പറഞ്ഞ വെർഷനാണ്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, പൈത്തൺ 3.12 എന്ന് അടിക്കുക. പൈത്തൺ 3.12. ഓക്കെ, അപ്പോൾ അവിടെ ഫസ്റ്റ് തന്നെ ഒരു പൈത്തൺ റിലീസ് എന്ന് പറഞ്ഞത് 3.12.0ൻ്റെ ഒരു ലിങ്ക് കാണാം. ജസ്റ്റ് അതിലൊന്ന് ടാപ്പ് ചെയ്യാം. ഓക്കെ, പൈത്തൻ്റെ ഒഫീഷ്യൽ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്തിട്ട് വന്നിട്ടുണ്ടാവും വെബ്സൈറ്റ്. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യാം. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു വിൻഡോ ഇൻസ്റ്റാളർ 64 ബിറ്റ് ഡിസ്ക്രിപ്ഷനിൽ റെക്കമെൻഡ് എന്ന് കാണുന്ന ഈ ഒരു ലിങ്ക്, ഇതാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളത്. ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതിലൊന്ന് ടാപ്പ് ചെയ്യാം. അപ്പോൾ അത് ഡൗൺലോഡ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ആയതിനു ശേഷം ജസ്റ്റ് എന്ത് ചെയ്യാം, ഓപ്പൺ ഫയൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആ ഒരു പൈത്തൻ്റെ ആ ഒരു വിൻഡോ കാണാൻ പറ്റും. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ ഈ ആഡ് python.exe to path എന്നുള്ള ഈ ചെക്ക് ബോക്സ് ഒന്ന് ടാപ്പ് ചെയ്തിടുക ആദ്യം. എന്നിട്ട് കസ്റ്റം ഇൻസ്റ്റാളേഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെ അഡ്വാൻസ്ഡ് ഓപ്ഷൻസിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, പൈത്തൺ 3.12 ഫോർ ഓൾ യൂസേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ചെക്ക് ബോക്സ് ടാപ്പ് ചെയ്യാം. ഇതിൽ ഇവിടെ ഒരു പാത്ത് കാണാം. നമുക്ക് ഈ പാത്തിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ പ്രോഗ്രാം ഫയൽസ് എന്നുള്ളത് ഒന്ന് ബാക്ക് സ്പേസ് കളിച്ചിട്ട് സിയിൽ ഇൻസ്റ്റാൾ ചെയ്യുക. C/Python 3.12 എന്ന് കൊടുക്കുക. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സെറ്റപ്പ് പ്രോഗ്രസ് എന്ന് പറഞ്ഞ് കാണാം. നമുക്കിവിടെ കുറച്ച് ടൈം ഡിലേ വരാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാം സെറ്റപ്പ് വാസ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇൻസ്റ്റാളേഷൻ ഓക്കെ എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ ക്ലോസിൽ നിന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് വിൻഡോ കീ പ്രസ് ചെയ്തിട്ട് എക്സ്പ്ലോറർ എടുക്കുക. എന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക സിയിൽ പൈത്തൺ 3.12 ഉണ്ടോ എന്ന്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. ഓക്കെ, പൈത്തൺ 3.12 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എന്തായി, നമ്മുടെ പൈത്തൺ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ പൈത്തണിൽ ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഈ 3.12 ഒന്ന് ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോൾഡർ ഉണ്ടാവും. ഈ ഫോൾഡറിൽ ഒന്ന് ടാപ്പ് ചെയ്യാം. ഇവിടെ ആയിട്ട് നമ്മുടെ പാത്ത് കാണുന്ന ഈ ഒരു സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് കഴ്സർ വെക്കുക. ഓക്കെ, കഴ്സർ വെച്ചിട്ട് ഒന്ന് ബാക്ക് സ്പേസ് അടിക്കുക. എന്നിട്ട് ഇവിടെ CMD എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റർ കൊടുക്കുക. അപ്പോൾ ഒരു കമാൻഡ് പ്രോംപ്റ്റ് ഇവിടെ ആ പൈത്തൻ്റെ പാത്തിൽ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ പാത്തിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടാവും. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ജാങ്കോനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ജാങ്കോയുടെ ഒരു 3.0.0 എന്ന് പറഞ്ഞ ഒരു വെർഷനാണ് വേണ്ടത്. ജസ്റ്റ് ഇങ്ങനെ അടിക്കുക, PIP സ്പേസ് ഇൻസ്റ്റാൾ സ്പേസ് Django ഈക്വൽ ടു 3.0.0 എന്നിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാളേഷൻ ആവുന്നുണ്ട്. ഇച്ചിരി ടൈം എടുക്കും. ഓക്കെ, ഇൻസ്റ്റാളേഷൻ വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ പൈത്തൺ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ജാങ്കോ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇൻസ്റ്റാളേഷൻ കളക്റ്റഡ് പാക്കേജസ് സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പൈത്തണിൽ ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യുക.